ആരോ കുഴിച്ചൊരു ഖബർ മയ്യിത്തിന്, അവനുണ്ട് സ്വർഗമിൽ വീട് റബ്ബിൽ നിന്ന്. കഫൻ തുണി കൊടുത്തവനും ലഭിക്കുന്നുണ്ട് ഒരു ജോഡി വസ്ത്രം തന്നെയും എന്നുണ്ട്. അതിനുള്ള വിലമതിക്കുന്നതായാൽ തന്നെ ഈ ലോകമിൽ കവിയുന്നതായി വരും പൊന്നേ. ഇതുപോലെ തിരുനബി മുസ്തഫ പറയുന്നതാ, ത്വബറാനി റിപ്പോർട്ടുള്ളതായി കാണുന്നതാ. ഖാലിയത്തിൽ ഇത് നോക്കിയാൽ കാണുന്നതാ, ഒരു 131 വന്നതാ. മയ്യത്ത് കുഴിയിൽ മൂടലും വേണ്ടുന്നതാ, ദുർഗന്ധമില്ലാതാകണം എന്നുള്ളതാ. മൃഗശല്യവും തടയുന്നതിനുതകുന്നതാ, അത് വീതിയാഴം ഉള്ളതായാൽ നല്ലതാ. മയ്യത്ത് തറയിൽ വെച്ച് കെട്ടി മറക്കലും അതിനാൽ സുശക്തം തന്നെ ഭദ്രതയെങ്കിലും പാടില്ല കുഴിയിൽ തന്നെ മൂടൽ വേണ്ടതാ. സൗകര്യം അതിനില്ലാതെ വന്നാൽ പിന്നിതാ കരയും വിട്ടേറ്റം ദൂരമുള്ളൊരു കപ്പല, അതിൽ വെച്ചൊരാൾ മരിക്കുന്നു എന്നാൽ മസ്അല. കുളിപ്പിച്ച് കഫനും ചെയ്ത് നിസ്കരിക്കേണ്ടതാ, പിന്നീട് പലകയിൽ വെച്ചതും താഴ്ത്തേണ്ടതാ. അത് താഴ്ന്നു പോകാൻ ഭാരവും വെക്കേണ്ടതാ. ഇത് സകലതും ശർവാനിയിൽ കാണുന്നതാ. താബൂത്തിലാക്കി അടക്കലും മക്റൂഹ, ഈർപ്പം മികച്ചാൽ പിന്നലാ മക്റൂഹ. മയ്യിത്ത് പെണ്ണ മഹ്റമും അവൾക്കില്ല, എന്നാലും അതുപോലാണ് മക്റൂഹില്ല. ഇതുപോലെ മസ്ലഹത്തുണ്ട് എന്നാൽ പിന്നെ അത് ജായിസ, ചിലപ്പോൾ വുജൂബും തന്നെ. മിൻഹാജിലുണ്ട് ഇത് നോക്കിയാൽ കാണുന്നതാ, കൂടാതെ തുഹഫയിൽ വിശദമായി പറയുന്നതാ. അടക്കുന്നതും പകലായിരുന്നാൽ നല്ലതാ, അത് രാത്രിയായാലും ജവാസാകുന്നതാ. അലിയുന ഒഴിച്ചുള്ള ഖുലഫായിങ്ങളെ ദഫൻ ചെയ്തതെല്ലാം രാത്രിയാ സുഹൃത്തുക്കളെ. മക്റൂഹുമില്ലത് കൊണ്ട് രാത്രി അടക്കലും എന്നുള്ളതാ മുഗ്നി നിഹായ രണ്ടിലും. ഉലമാഇനുള്ള ഖുബൂറിനോട് സമീപമായി, അതുപോലെ സാലിഹിനുള്ളതോടും ചേർന്നതായി. അടക്കുന്നതും ബറക്കത്തു കിട്ടാൻ നല്ലതാ, ഇല്ലാതെ വന്നാൽ ബന്ധുവോടടക്കേണ്ടതാ. നോക്കാം നിനക്കത് മദ്ഖലിൽ കാണുന്നതാ, അതിനുള്ള 3-ാം ഭാഗമിൽ പറയുന്നതാ. അത്യുത്തമം അടക്കുന്നതിന് ശ്മശാനമാ, പ്രാർത്ഥന ലഭിക്കാൻ ഏറ്റവും സൗകര്യമാ. പ്രത്യേക മസ്ലഹത്തുണ്ട് എന്നാൽ പിന്നെ വീട്ടിൽ അടക്കൽ നിയമമുള്ളതു തന്നെ. അത് അൽ ഇമാമുൽ അദ്റഈ പറയുന്നതാ എന്നുള്ളതും നീ മുഗ്നിയിൽ കാണുന്നതാ. നബിമാർ വഫാത്താകും സ്ഥലത്താകേണ്ടതാ, വധസ്ഥലത്തിൽ ശുഹദാഇനെയും വേണ്ടതാ.